Journey of Mysore Rail Museum. Travel by the Pilgrim Line. അവിടെ ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വ്യൂ ടവർ, ഇൻഡോർ ഗാലറി, കഫറ്റേരിയ ഉണ്ട്, ശ്രീരംഗ പവലിയൻ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്, ടോയ്ലറ്റ്സ് എല്ലാം ഉണ്ട്. ഇവിടെ ഓഡിയോ വിഷ്വൽ റൂം, അതൊക്കെ എന്താണെന്ന് അറിയില്ല, ഒക്കെ പോയി നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ വഴിയെ നോക്കാം. നമുക്കപ്പോൾ ഇവിടേക്കൊന്ന് നോക്കിയിട്ട് പതുക്കെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട്, കാണാനുണ്ട്. കുറച്ച് ടൈം കളയാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, നോക്കാം. അപ്പം നമ്മൾ കയറി വന്നതും അങ്ങനെ ഒരു മോണിറ്റർ കാണാം ഇവിടെ. അപ്പോൾ ആ മോണിറ്ററിൽ നമുക്ക് നോക്കാം ഇവിടുത്തെ എന്തൊക്കെയാണ്, ഇവിടുത്തെ ഉള്ളിലത്തെ നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളത് നമുക്കിവിടെ. ഇതും ഒരു യൂട്യൂബ് മാതിരി എന്തോ ഒരു സംഭവമാണ് ഇത്. ഇവിടെ അത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വന്ന് നോക്കാൻ പറ്റും, നമ്മൾ എന്തൊക്കെയാണ് ഉള്ളിൽ പോയാൽ കാണാൻ പറ്റുക എന്നുള്ളത്. ഇവിടെ കന്നഡത്തിലും അതേമാതിരി തന്നെ ഇംഗ്ലീഷിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മൈസൂരു റെയിൽ മ്യൂസിയം. അപ്പോൾ അതിൻ്റെ മുഴുവനൊരു അവലോകനം നമുക്കിവിടെ എന്താണ് ഉള്ളിൽ എന്നുള്ളത് അറിയാൻ പറ്റും, ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ അതിൽ കണ്ടപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകണമെന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് കാണാം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറേ റെയിലുകളുടെ എൻജിൻ, ചില ബോഗീസ്, ഇനി വല്ല ഹിസ്റ്റോറിക്കൽ, ഇനിയിപ്പോൾ റെയിൽ മ്യൂസിയം എന്ന് പറയുമ്പോൾ റെയിലിൻ്റെ ഒരു ഉത്ഭവം അങ്ങനത്തെ ഒക്കെ ആയിരിക്കും എന്നാണ് നമ്മളുടെ ഒരു വിചാരം. ഇവിടെ നമുക്ക് ഒരു സംഭവം, ഇതെന്താണിത്, ഇതും റെയിൽവേ പാളത്തിൻ്റെയും മറ്റും റെയിൽവേ ആ ഒരു സ്റ്റേഷൻ്റെയും അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് അങ്ങനത്തെ മോണിറ്റർ പല സ്ഥലത്തും ഉണ്ട്, പക്ഷെ ഇതൊന്നും കണക്റ്റഡ് ഇതല്ല. അത് മാത്രമേ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ മുമ്പിൽ കണ്ടത് ഇതെന്താ ഒരു റെയിൽവേ സ്റ്റേഷൻ പരിസരം എങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഇത്. എല്ലാം റെയിൽവേ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. ആൾക്കാർക്ക് ഇരിക്കാനും മറ്റുള്ള ആ ഒരു സംഭവമൊക്കെ ട്രെയിനിൻ്റെ ആ ഒരു വീലും ഒക്കെ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ കാണാൻ കുഴപ്പമില്ല. അപ്പം ഇനിയിപ്പോൾ ഉള്ളിലേക്കൊക്കെ ഒന്ന് കയറി നോക്കാം. അവിടെ ഒരു ബോർഡിലും എന്തൊക്കെയോ ഇത് കൊടുത്തിട്ടുണ്ട്, റെയിൽ മ്യൂസിയം. ഇവിടെ നമ്മുടെ ബാഗും ഒക്കെ ഇവിടെ വേണമെങ്കിൽ സൂക്ഷിക്കാൻ കൊടുക്കാം. നമുക്കപ്പോൾ ഉള്ളിലേക്ക് പോയി നോക്കാം. ഇവിടെയും വളരെ രസമുള്ളൊരു സ്ഥലമാണിത്. അങ്ങോട്ടൊക്കെ നല്ല വൈബാ. ഇതെന്താ ഇടത് വശത്ത് ഇവിടെ എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് അതൊന്നും വായിക്കാനൊന്നും സമയമില്ല. നമുക്ക് നോക്കാം, കാരണം അതൊക്കെ വായിക്കാൻ നിന്നാൽ വായിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. ഇൻഡോർ ഗാലറിയിൽ എന്തൊക്കെയാണ് നോക്കാം. വിന്റേജ് ഗാലറി, ഇത് ഓപ്പറേറ്റിംഗ് ഗാലറി എന്ന് പറഞ്ഞാൽ റെയിൽവേയിൽ ഓരോ ഡിവിഷൻ്റെ ഇതാണെന്നാണ് തോന്നുന്നുണ്ട്. ഇത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതെങ്ങനെയാണ്, എന്താണ് ഇത്, അതിൻ്റെ എന്തൊക്കെയൊക്കെ ഉപകരണങ്ങളും ഇതൊന്നും നമുക്കറിയില്ല. ഇത് അവിടെ ഒരു വണ്ടി, ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർ, അപ്പോൾ അവർ നിൽക്കുന്നുണ്ട്. ട്രെയിന് എൻജിൻ അവർ സ്റ്റാർട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് ആൾക്കാർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്.
ഇവിടെയൊക്കെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ റെയിൽവേ ഒരു ട്രെയിൻ ഇല്ലെങ്കിൽ ട്രെയിനിൻ്റെ പാളം അതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗാലറിയിലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഗാലറി കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും നമ്മൾ ശുഗവനയിലേക്ക് പോകാനായിരുന്നു. കൊട്ടാരം കഴിഞ്ഞിട്ട് മൈസൂർ പാലസ് കഴിഞ്ഞിട്ട് ശുഗവനയിലേക്ക് പോകാനായിരുന്നു പ്ലാന്. പക്ഷേ ശുഗവന നമുക്ക് 3 മണിക്ക് ശേഷമേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇങ്ങോട്ട് വന്നു. ഇതവിടെ 4 ഫ്രണ്ട്സ് നമ്മളുടെ അവർക്ക് ഒരു ഫോട്ടോ എടുക്കാൻ അവർ സെൽഫി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കണ്ടപ്പോൾ നമ്മളും അതിൽ പങ്കുചേർന്നു. അവരുടെ അത് ഫോട്ടോ ഒന്ന് എടുത്തു കൊടുത്തു ക്ലിയറായിട്ട്. ഇത് റെയിൽവേ തൊഴിലാളികൾ ആ ട്രാക്കൊക്കെ ചേഞ്ച് ചെയ്യാനും ആ ട്രാക്കിലത്തെ അറ്റകുറ്റപ്പണികളൊക്കെ നോക്കുന്ന 2 ആളുകൾ, 2 അല്ല, അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതും ഒരു വീഡിയോ ഇതാണ്. നമുക്ക് ഇല്ല, അത് കണക്റ്റഡ് ആണ്. ലോഡിങ്. വാവ്, ഡോക്യുമെൻ്ററി ഫിലിം ഓൺ റെയിൽവേ. യെസ്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ ഓരോ യൂട്യൂബിൻ്റെ തന്നെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഓരോന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽവേ സംബന്ധിച്ചുള്ള റെയിൽവേ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ മെസ്സേജുകളും അതിൻ്റെ ഓരോ കഥകളും അങ്ങനെ ഓരോന്നും റെയിൽവേ കുറിച്ചത് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ കൂടെ. അപ്പോൾ അറിയണമെന്നുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത്രയ്ക്കും താല്പര്യമുള്ള ആളുകൾക്ക്. ക്ലോസ് ചെയ്തു. യെസ്, നമുക്ക് സമയമില്ല, കുറച്ചേ കാണാൻ വേണ്ടുന്നതിന് അത് ക്ലോസും ചെയ്യാം. ഇനിയും പഴയപടിയായി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അത് ആരും അറിയാത്തവരുണ്ടാവും. ഒരുപാട് ആൾക്കാർ അറിയാത്തവരാണ്. അറിയുന്നവർ അതിൻ്റെ കൗതുകം കൊണ്ട് അത് നോക്കും എന്താണെന്ന്. ഒരു ദിവസത്തെ ശമ്പളം 50 പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി 50 പൈസ കിട്ടുന്ന വ്യക്തി അദ്ദേഹം വെട്ടണമെന്ന് 50 പൈസ. ഇതെന്താണ് ഇപ്പോൾ എന്താണ് ആർദേശ് സൂരജ് എന്താണ് സംഭവം നോട്ടെ. ഡ്രൈവറോ ഇതിൻ്റെ ഡ്രൈവറായിരുന്നു പുള്ളി. റിസൈൻ ചെയ്തപ്പോൾ ആ ഒരു ഇതാണ് ലെറ്റർ. ഇതാണ് അത് പുള്ളിക്ക് 50 പൈസയായിരുന്നു ഒരു ദിവസത്തെ വേതനം. ഇന്ത്യൻ റെയിൽവേ പോസ്റ്റൽ സ്റ്റാമ്പുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ആ ഒരു ട്രെയിനിൻ്റെ ചിത്രവും ഒക്കെ ആയിട്ട് ഇറക്കിയ സമയത്തെ ആ ഒരു സ്റ്റാമ്പുകളാണ് ഇതൊക്കെ. ഇവിടെ നമ്മൾ പണ്ട് എന്നല്ല ഇപ്പോഴും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മറ്റേ സിഗ്നൽ കൊടുക്കുന്നതിനും മറ്റും ആ ഒരു ചുവപ്പ് ലാമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചു ഈ ഒരു ട്രാക്ക്, റെയിൽവേ ട്രാക്ക്. ഇത് എവിടെ വരെയെന്ന് ചോദിച്ചാൽ എവിടുന്ന് ഇല്ല അതുവരെ, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒരു കാണാനുള്ള ഒരു കൗതുകത്തിന് വെച്ചിരിക്കുകയാണ് ആ ഒരു ട്രാക്കും ഇതുമൊക്കെ. ട്രാക്ക് മാറുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേ കണ്ടു. സ്പ്ലിറ്റായിട്ട് 2 എണ്ണമായിട്ട് അവിടെ എത്തുമ്പോഴേക്കും അങ്ങനെയൊക്കെ. അവിടെ ഒരാൾ ട്രെയിനിൽ കയറാൻ തിടുക്കം കൂട്ടുന്നുണ്ട്. ഇവിടെ 2-3 ബോഗികളുണ്ട്. എവിടേക്കാണാവോ. നമുക്ക് മേടിച്ചാൽ കയറി അതിലൊക്കെ ഒന്ന് ഇരിക്കാം. ഞാനും ഒന്ന് ഉള്ളിലേക്ക് കയറാം. ഇത് കുറച്ച് സീറ്റുകളൊക്കെ ഉണ്ട്. പഴയ മോഡലാണിത് കേട്ടോ. പഴയ മോഡൽ ട്രെയിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു 14 സീറ്റർ ടെമ്പോ ട്രാവലർ മാതിരി ഉണ്ട്. ഇത് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസിന്റെ ആ ഒരു മുൻവശം പോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും ഇവരതിനെ കുറെ ബോഗികളാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും സംഗതി കൊള്ളാം. ഒരിക്കലും ട്രെയിനിൽ ഇങ്ങനെ നിന്ന് യാത്ര ചെയ്യരുത്. കാരണം വഴിയിലുള്ള പോസ്റ്റിൽ തലയിടിച്ചിട്ട് അപായങ്ങൾ ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇവിടെ വേറെ എന്തോ ഒരു സംഭവം. അതിൽ ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മൾ കയറി ഇറങ്ങിയപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ഇതാ ഹാപ്പി ജേണി, ഹാപ്പി ജേണി. It will come on our YouTube channel, okay?
പ്ലീസ് സബ്സ്ക്രൈബ് ശിവ ഫുഡ് ആൻഡ് ജേണി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അത് ശരിക്കുള്ള ട്രെയിനാണ്. ഞാൻ വിചാരിച്ചു അത് ഈ ട്രാക്കിൽ കൂടെ വരുന്നിപ്പോൾ, ഈ ട്രാക്കിൽ കൂടെ വരുന്നു വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ഈ ട്രാക്കിൽ കൂടെ വരില്ല. ഈ ട്രാക്കിൽ കൂടെ പോകണ വേറെ ട്രെയിൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ കളിക്കുന്ന കുട്ടികളെയൊക്കെ ഇരുത്തിയിട്ട് കയറ്റിയിട്ട് കൊണ്ടുപോകണം. അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു കഫത്തേരിയയിലേക്ക് പോകാം. കഫത്തേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3rd AC കോച്ചാണത്. അത് 3rd AC കോച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് റെയിൽ കോച്ച് കഫേ. വാ, ഫാന്റാസ്റ്റിക്. ഹോയ്സാല ഹൗസ്. നമ്മളിവിടെ കാണുന്ന ഓരോ സംഭവവും റെയിൽവേ സ്റ്റേഷൻ, ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ്റെ ഈവൻ വെളി സൈഡ്, വെളിഭാഗമൊക്കെ അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്കിപ്പോഴത്തെ ഒരു ഇരിക്കാനുള്ള സൗകര്യത്തിന് ഇത് കണ്ടാൽ അറിയാം, ഇവിടെ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെയോ ട്രെയിനിന് വെയിറ്റ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ട്രെയിനിൽ വരുന്ന ആരെയോ വെയിറ്റ് ചെയ്തിട്ടോ ഒക്കെ ഇരിക്കുന്നവരാണ് ഇവിടെ. റെയിൽവേ സ്റ്റേഷൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ കാണുന്ന ബെഞ്ചുകൾ പോലെ ബെഞ്ചുകൾ. ഇത് നമ്മളുടെ ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ ഒരു ഓഫീസിലേക്ക് പോകുന്ന ഒരു ഇതാണ്, എൻട്രൻസ് ആണിത്. അതേപോലെ അതുകൊണ്ട് തന്നെ ഈ കഫത്തേരിയയ്ക്കും അങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. റെയിൽവേ പ്ലാറ്റ്ഫോമിലുള്ള ഒരു കഫത്തേരിയ, ഒരു ചെറിയൊരു ലഘുഭക്ഷണശാല എന്നൊക്കെ പറയില്ലേ റെയിൽവേയുടെ ഭാഷയിൽ. അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഗുഡ്. അപ്പോൾ നമ്മളുടെ റെയിൽ കോച്ച് കഫേയിൽ എന്തൊക്കെയാണ് കിട്ടുകയെന്ന് ചോദിച്ചാൽ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമുക്ക് അത്യാവശ്യം ഒന്ന് റിഫ്രഷായിട്ട് എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ അല്പം കഴിച്ചിട്ടോ ഒക്കെ പോവാം. കാവലിന് ആൾ നിൽക്കുന്നുണ്ട്. അവിടെ വേറൊരു എൻജിൻ. നമ്മൾ റെയിൽവേ കോച്ചിൻ്റെ ആ ഒരു ഇതിലാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും തണുത്തത് എന്തെങ്കിലും കഴിച്ച്, എന്തെങ്കിലും ചെറുതായിട്ടൊരു സ്നാക്കും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ റെയിൽവേ കോച്ചിൻ്റെ കഫേയിൽ നിന്നൊന്നും കഴിച്ചില്ല. കാരണം വെച്ചാൽ നമുക്ക് വേണ്ട ഫ്രഷ് ജ്യൂസൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൽ കയറി നോക്കിയത്. പിന്നെ അതില്ലാത്ത കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓരോ ആൾക്കാർ ബോഗിയിൽ മറ്റേ എഞ്ചിൻ്റെ മേലേക്ക് കയറി നിന്ന് ഡാൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ആഹാ, ഇതേതൊരു ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രീ വെഡ്ഡിങ് ഷൂട്ടിംഗ് ഒക്കെ, ഇല്ലെങ്കിൽ വെഡ്ഡിങ്, നമ്മൾ ഈ എന്താണ് അതിന് പറയുന്നത്, സേവ് ദ ഡേറ്റോ അങ്ങനെയൊക്കെ ചെയ്തിട്ട്, ഇല്ലെങ്കിൽ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിംഗ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ മാതിരി തോന്നുന്നുണ്ട്. നല്ല രസമുള്ള കാഴ്ചകളാണ്. ഇതൊക്കെ വീൽസ് ഓഫ് ഇന്ത്യൻ റെയിൽവേ റോളിംഗ് സ്റ്റോക്ക്. എവിടെ നോക്കിയാലും ട്രെയിനിൻ്റെ ബോഗി, ട്രെയിനിൻ്റെ കോച്ചുകൾ, ട്രെയിനിൻ്റെ എൻജിൻ, ട്രെയിനിൻ്റെ വീല്. ഹോയ്സാല ഹൗസ് ഓഡിയോ വിഷ്വൽ റൂം. അപ്പോൾ എന്തൊക്കെയാണ് ഓഡിയോ, എന്തൊക്കെയാണ് വിഷ്വൽ എന്നൊക്കെ നമുക്ക് നോക്കാം. അവിടെ കുറേ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് അവിടെ ഓഡിയൻസിന് ഇരിക്കാനുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിവിടെ എന്തെങ്കിലും പ്ലേ ചെയ്തിട്ട് നമുക്ക് റെയിൽവേ സംബന്ധമായുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. ഇതിൽ നമ്മൾ പണ്ട് ട്രാവൽ ചെയ്തിട്ടുള്ള കൊങ്കൺ ഇതൊക്കെയാണ് കാണിക്കുന്നത്. കൊങ്കൺ റെയിൽവേ വളരെ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങനെ പല ഇൻഫർമേഷൻസ്. അഗർത്തല, ക്യാപിറ്റൽ ഓഫ് ത്രിപുര. Mizoram and Manipur have also been brought and അപ്പോൾ അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ആണ് ഇത് തരുന്നത്. അങ്ങനെ വീഡിയോ വിഷ്വൽ, നമ്മൾ വിഷ്വൽ ഒരു ഇത് കണ്ടു.
അതേമാതിരി ഓഡിയോ ഇവിടെ കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ അതിന് വേറെ സ്ഥലം ഉണ്ടോ എന്നറിയില്ല. ഇവിടെ മൊത്തം ഇതൊക്കെ ഇൻഫർമേഷൻസാണ്. റെയിൽവേനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ തന്നെയാണ്. മുംബൈ ഗോവ റൂട്ട്, ഓരോ സ്ഥലത്തിൽ നിന്ന് ഓരോ സ്ഥലത്തേക്കുള്ള മേട്ടുപ്പാളയം, ഉദംഗമണ്ഡലം എന്ന് പറഞ്ഞാൽ ഊട്ടി. റെയിൽവേ ലൈൻ ഓലാണ്ടു നക്ക അങ്ങനെ മറാഠിയിൽ പറയും. റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ മുറിച്ച് കടന്നു ഇവിടെ. എന്തായാലും ഇവിടെ മുഴുവൻ പലതരത്തിലുള്ള പഴയ മാതൃകയിൽ, പുതിയ മാതൃകയിൽ ഒക്കെ ഉള്ള എഞ്ചിനുകളാണ്. റെയിൽവേ എഞ്ചിൻ. ഇത് എഴുതിയിരിക്കുന്നത് ദിസ് എഞ്ചിൻ വാസ് മാനുഫാക്ചേർഡ് ഇൻ ഇംഗ്ലണ്ട്. ഇത് ഇംഗ്ലണ്ടിൽ മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന എഞ്ചിനാണെന്നാണ് പറയുന്നത്. ഇത് മൈസൂർ സ്റ്റേറ്റ് റെയിൽവേ കൊണ്ടുവന്നത് 57,791 രൂപയ്ക്കാണിത് ഇവിടേക്ക് എത്തിച്ചത് 1922. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ ഒരു ട്രാക്ക് കാണിച്ചു. ഇതിൽ കൂടെ ടോയ് ട്രെയിൻ ഓടുന്ന ഒരു ഇതാണ്. അതിനെന്തോ ഒരു മുടക്കം വന്നിട്ടുണ്ട്. ഇന്ന് അത് ഓടുന്നില്ല, ഇന്ന് പ്രവർത്തിക്കുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അത് തന്നെയാണ് എന്നാണ് ഈ പറയുന്നത്. ടോയ് ട്രെയിനിനെ പറ്റിയിട്ടാണ് ഇവിടെ മുഴുവൻ എഴുതിയിരിക്കുന്നത്. അത് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു 600 മീറ്ററാണ് ഇതിൻ്റെ ഫുൾ ഈ റൗണ്ട്. അപ്പോൾ 600 റൗണ്ട് നമുക്ക് അതിൽ സഞ്ചരിക്കാം. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. 30 ആളാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി. ആ ട്രെയിനിൽ ഇരിക്കാൻ പറ്റിയ ആൾക്കാരുടെ എണ്ണം 30 അപ്പോൾ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 50-60 മീറ്റർ എന്നാണ് പറയുന്നത്. 600 മീറ്ററാണ് ഈ ഫുൾ റൗണ്ട്. അപ്പോൾ അത് ഇന്നെന്തായാലും ഇല്ല. അപ്പോൾ നമുക്ക് ഓരോ ഇതൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ കാഴ്ചകൾ. ഇത് വെറുതെ വെച്ചിരിക്കുന്നതല്ല. നമ്മൾ ആദ്യം വിചാരിച്ചു ഇത് വെറുതെ ഒരു എഞ്ചിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലൊക്കെ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെല്ലാം എഴുതി വെച്ചിരിക്കുന്നതും ഇവിടെ വെച്ചിരിക്കുന്നതും ഒക്കെ. നമ്മൾ വെറുതെ ഇതൊരു എഞ്ചിനാണെന്നും പറഞ്ഞിട്ട് പോവും. ഇവിടെ എന്തോ സംതിങ് സ്പെഷ്യലാണ് കേട്ടോ. ശ്രീരംഗ പവലിയൻ. വാവ്, ഇത് അവിടെ ഒരു സംഭവം. മൈസൂർ റെയിൽ മ്യൂസിയത്തിൻ്റെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഉണ്ട്. അതിപ്പോൾ ഞാൻ വന്നപ്പോൾ കാണിച്ചു തരാം. നാരോ ഗേജ് കോച്ച്, മൈസൂർ സ്റ്റേഷൻ റെയിൽവേ. ഇവിടെ എന്താണെന്ന് നോക്കാം. ഇതെന്തോ സ്പെഷ്യലാണ്. വാവ് മഹാറാണി സലൂൺ. ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കത് സ്റ്റോറി ഇപ്പോൾ നമ്മൾ വേറെ ആരുടെയും ചോദിച്ച് മനസ്സിലാക്കാം. അത് എഴുതാൻ വായിക്കാനൊന്നും വയ്യ. മഹാറാണീസ് ചെയർ. ഇത് മഹാറാണി ഏതോ റാണിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള അവർക്ക് എഴുതാനുള്ള റൈറ്റിംഗ് ടേബിള്, ഫോൾഡബിൾ കാർഡ് ടേബിൾ. അവർക്ക് കിടക്കാനുള്ള ഡ്രസ്സിംഗ് ടേബിള്, മൂവബിൾ കോട്ട്. ഇത് സ്പെഷ്യൽ അവർക്ക് റാണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനായിരുന്നു ഇത്. അത് അവരുടെ ഭയങ്കര രസം ഈ കോച്ച്. അതിൻ്റെ ഉള്ളിൽ അവർക്ക് ഇരിക്കാൻ ഇല്ലെങ്കിൽ അതെ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ ഒരു ട്രെയിൻ ഇല്ലെങ്കിൽ ഈ കോച്ചല്ല ഈ ഫുള്ള് വണ്ടി ഇല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കൊക്കെ എവിടേക്കെങ്കിലും പോകുമ്പോഴുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ട്രെയിൻ. ഈ കുറച്ച് ബോഗികളില്ലെങ്കിൽ ഡൈനിങ് റൂം അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവരുടെ റൂം അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. It's only for Rani and her family, right? And family. Oh, good.
അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ കണ്ട കാഴ്ചയാണ്. നമ്മൾ നേരത്തെ ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റൂമിലാണ് അത് ഇവർ ഈ കോച്ചിനെ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ റാണിയും പരിവാരങ്ങളും ഒക്കെ പോകുമ്പോൾ അവരുടെ സർവൻസും ഉണ്ടാവും കൂടെ, പണിക്കാർ വേല ഇതൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടടക്കം ഇതിൽ സ്ഥലങ്ങളുണ്ട്, പ്രത്യേക സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് കിടക്കാനും അവർക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള റൂമുകളാണ്. അങ്ങനെ ഇത് രസകരമായിട്ടുള്ള ഒരു ട്രെയിൻ, ഒരു കോച്ച്. അപ്പം അതിൻ്റെ അതൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളത് വായിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ അതൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കന്നഡത്തിൽ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ 3 ലാംഗ്വേജിലും എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കോച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് 1914 അപ്പോൾ എത്ര വർഷമായി എന്ന് നിങ്ങൾ ആലോചിക്കുക. ഫ്രണ്ട്സ്, നമുക്ക് അറിയില്ല ഇത് ഇവർ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ട് ഇതുമാതിരി ഉണ്ടാക്കിയാണോ അതിൻ്റെ ഒരു മാതൃകയിലെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു ആൽമരവും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ആ കൊല്ലങ്കോടത്തെ നമ്മളുടെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, ആ വെട്ടെന്നുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്, ആ ഒരു സ്റ്റേഷൻ്റെ ഓർമ്മയാണ് എനിക്ക് വരുന്നത്. ഇത് നമ്മളുടെ 100 വർഷം പഴക്കമായിട്ടുള്ള ഒരു ബോഗിയോ അങ്ങനെ എന്തോണം. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെ ആയിരുന്നു ഇത്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിന് സീറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തോന്നുന്നു. ചിലപ്പോൾ ഇങ്ങനത്തെ വല്ല ബോഗിയിലൊക്കെ ആയിരിക്കും മറ്റേ വാഗൺ ട്രാജഡിയിലൊക്കെ സംഭവിച്ച മാതിരി ആ കുറേ ആൾക്കാരെ കുത്തി നിറച്ചിട്ടൊക്കെ കൊണ്ടുപോയതൊക്കെ. അപ്പോൾ നമ്മൾ വേറെ കാണിക്കും. അതിൻ്റെ ഫുൾ ഹിസ്റ്ററിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അവിടെ കാണാം. 100 വർഷം. അപ്പം ഇങ്ങനെയായിരുന്നു പണ്ടത്തെ ആ ഒരു ഇതൊക്കെ. ഫ്രണ്ട്സ്, ഈ ഒരു എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഏറ്റവും പഴക്കം ചെന്ന, ഇവിടെയുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന എൻജിനാണ് ഇത്. അതേമാതിരി ഇത് വിറക് കത്തിച്ചിട്ടാണ് ഇത് ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. ഇതെവിടെ അതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇതും ഇംഗ്ലണ്ടിൽ തന്നെയാണ് നിർമ്മിച്ചത്. അതേമാതിരി തന്നെ വേറൊരു എൻജിൻ ഇവിടെ കാണാം. ഇതിനൊക്കെ ഓരോ കഥകളുണ്ട്. ഇത് എപ്പോൾ നിർമ്മിച്ചു, എവിടെ നിർമ്മിച്ചു. ഇതും എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിൽ തന്നെയാണ്. ഇത് 1933 ഇവിടേക്ക് കൊണ്ടുവരപ്പെട്ടത്. അത് 36,340 രൂപയ്ക്കാണ് ഇവിടെ എത്തിച്ചത് ഈ സംഭവം. അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എഴുതിയിട്ട് അത് എവിടുന്ന് എവിടേക്ക് ഇതാകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. യൂസ് ഇൻ ബാംഗ്ലൂർ ആൻഡ് തുംകൂർ സെക്ഷൻ. ഓക്കെ. വേറെ അവിടെ നമ്മളുടെ എൻജിൻ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് വർക്ക്ഷോപ്പിൻ്റെ ഒരു രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുന്നതിനോ അങ്ങനെയൊക്കെ ആയിരിക്കണം. ഒരുപാട് കാഴ്ചകൾ ഇനിയും ഇവിടെ കാണാനും ഒക്കെ ഉണ്ട്. അതെ, ഇതിൻ്റെ ഒരു റെയിൽവേയിലത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും, അതേമാതിരി റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് റെയിൽവേ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നതിനുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കാണാൻ. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ 2 മണിക്കൂറിൽ മേലെയായി. അപ്പോൾ ഒരുപാട് ആ എൻജിനുകൾ ഇപ്പോൾ കൊണ്ടുവന്നു, എവിടുന്ന് കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നു, അതിന് എത്രയാണ് ആ ചിലവായത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു റെയിൽവേ മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, എൻജോയ്.